ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും നമ്മൾ ഒരു ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോ വെച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിംഗ് ആൽബം മേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ 2 A4 സൈസിലുള്ള ബ്രൗൺ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ 8 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഒരു A4 സൈസിനെ 8 പീസസ് ആക്കണം. ഞാൻ എൻ്റെ ഫോട്ടോ സൈസ് അനുസരിച്ചിട്ടാണ് ഇങ്ങനെ 8 പീസസ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ അത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഡബിൾ സൈഡ് ടാക്കി ടേപ്പാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫെവിക്കോളും യൂസ് ചെയ്യാം. ഇതാകുമ്പോഴും അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ സ്റ്റിക്കായിട്ടിരിക്കും. അങ്ങനെ ഞാൻ എല്ലാ ഫോട്ടോസും കട്ട് ചെയ്ത് ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിലൊക്കെ ഇതുപോലെ ഡബിൾ സൈഡ് ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെട്ടിവെച്ച കാർഡ് ഉണ്ടല്ലോ അതിലേക്ക് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോസിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ കവർ പേജാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു ഒലിവ് ഗ്രീനിലുള്ള ബട്ടർഫ്ലൈയും ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കറും ഒക്കെ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഇതുപോലെ ഒരു എൻവലപ്പിനെ ടെക്കി ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് ഹാപ്പി ബർത്ത്ഡേ കോട്ട് നമ്മൾ എൻവലപ്പിൻ്റെ കുറച്ച് സൈഡ് പോർഷനിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ബട്ടർഫ്ലൈനെ കുറച്ച് മേലോട്ടായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ കുറച്ചിങ്ങനെ പൊന്തിയിട്ട് ബട്ടർഫ്ലൈ പറക്കുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ക്രിയേറ്റീവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനിയും ഇതിൽ വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഹോൾ പഞ്ചർ. ഈ ഹോൾ പഞ്ചർ ഞാൻ കുറേ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്. 120 രൂപ എന്താണ് റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇയേഴ്സായി. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് താഴോട്ടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പേജ് കയറിപ്പോവും. പിന്നെ ഇനി നെക്സ്റ്റ് ചെയ്യാനായിട്ട് അടുത്ത കാർഡ് ഇതിൻ്റെ താഴോട്ട് വെക്കുക. എന്നിട്ട് ആ സെൻറ്റർ ഹോൾ തന്നെ നോക്കിയിട്ട് കറക്റ്റായിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ക്ഷമയോടെ ഇരുന്നിട്ട് ഓരോ കാർഡ്സും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. കാരണം ഇത് ഹോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടായാൽ ഹോൾസിൻ്റെ വലിപ്പം കൂടും, പിന്നെ അല്ലെങ്കിൽ കീറിപ്പോവും. അപ്പോൾ അതിനായിട്ട് ചാൻസ് വരാതെ പതുക്കെ ഇരുന്ന് ചെയ്യുക. അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മൾ ഈ കാർഡ്സിൻ്റെയൊക്കെ സൈഡിലെ പോർഷന് കുറച്ച് കേർവായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതുപോലത്തെ പേപ്പർ കട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആ പണി എളുപ്പമായിട്ട് കിട്ടും. കത്രിക യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നേരെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അടുത്തത് ഈ ഒരു റിങ് വെച്ചിട്ട് എല്ലാ കാർഡ്സും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഏത് ഫോട്ടോ ആണോ നമുക്ക് ലാസ്റ്റ് വരേണ്ടത് അതാണ് നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഓരോ കാർഡ്സും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റിംഗ് ആൽബം മേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഗിഫ്റ്റ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗിഫ്റ്റ് വേണമെങ്കിൽ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ക്രാഫ്റ്റി ഗേൾ എന്നാണ്, അതിൽ DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എഫോർഡബിൾ ആയിട്ട് നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഇതുപോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.